നിറത്തിലുള്ള ഒരു മുത്തുക്കുട അല്ലേ, ഹിരണ്മയം എന്നാ പറയാ, സ്വർണ്ണ നിറത്തിലാണ് അല്ലെ. ആ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കുടയുമായി, സ്വർണ്ണ മുത്തുകളുള്ള ഒരു കുടയുമായി തിരുവമ്പാടിക്കാർ സ്വർണ്ണമുത്തുകൾ ചേർത്തിട്ടുള്ള കുടകളാണ് ഇപ്പോൾ തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നത്. പച്ചക്കുട ഉയർത്തിയിരിക്കുകയാണ്. ഇളം പച്ച നിറത്തിൽ ചിത്രങ്ങളോടുകൂടി എന്താണ് ചിത്രം ആലേഖനം ചെയ്ത് കാണേണ്ടതുണ്ട്. അതും ഭഗവതിയുടെ തിരുമാന്താംകുന്നിലെ ഭഗവതിയാണ്. അത് ആരുടെയല്ല. ആളുകളുടെ ആവേശവും ഒക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ മേളത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ മേളം അതിൻ്റെ അത്യുന്നതിയിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ പാദം മെല്ലെ 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 മുകളിലേക്ക് ഉയർന്നു. പിന്നെ നിലത്ത് നിൽക്കില്ല, ചുരുക്കി പറഞ്ഞ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിലത്ത് നിൽക്കാത്ത അത്രയും ആവേശത്തിലേക്ക്. അതാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു. അതായത് ഈ പൂരം ആസ്വദിക്കാൻ വരുന്നത് പലതരത്തിലുള്ള ആസ്വാദനമാണ്. അതിൽ മേളമുണ്ട്, ഈ കുടമാറ്റമുണ്ട്, വെടിക്കെട്ടുണ്ട്, അല്ല ഇതെല്ലാം ആസ്വദിക്കാൻ വരുന്ന ആളുകളുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോന്നിനോടായിരിക്കും കമ്പം. അത്തരത്തിൽ ഒരു ഭാഗത്ത് ഈ കുടമാറ്റം നടക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിൽ ആ ദൃശ്യം നോക്കൂ. ആകാശ ദൃശ്യമാണ്. അതിൽ നീലയും വെള്ളയും ഇടകലർന്ന കുടയാണ്. ഒപ്പം തന്നെ ഇനി ഇത് തിരുവമ്പാടിയുടേതാണ്. ഇനി പാറമേക്കാവ് എന്താണ് സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവമ്പാടി ഈ നീലയും വെള്ളയും ഇടകലർന്ന കുട ഉയർത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ തിരുവമ്പാടി ഒരു കുട ഉയർത്തി കഴിഞ്ഞാൽ തൊട്ട് പുറകെ ആളുകൾ അടുത്ത ഭാഗത്തേക്ക് നോക്കുകയാണ്. അവിടെ ഏത് കുടയാണ് ഉയരാൻ പോകുന്നത്? പാറമേക്കാവിന്റെ കുട പച്ച നിറത്തിലുള്ള കുടയായിരുന്നു നേരത്തെ. ആ പച്ചക്കുട അങ്ങനെ സിംഹാസനസ്ഥയായി കേട്ടു. നേരത്തെ സിംഹാരൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവതിയാണ്. അത് തിരുമാന്താംകുന്നിലെ ഭഗവതി ഇരിക്കുന്ന ആ ഇരിപ്പാണ്. ഏതായാലും ആ പച്ചക്കുട നിവർത്തി പാറമേക്കാവുകാരിയ്ക്കുന്നു. പാറമേക്കാവുകാരുടെ പച്ചക്കുട, അവരുടെ വെഞ്ചാമരം, അവരുടെ ആലവട്ടം അതിങ്ങനെ ഉയർന്നു പൊങ്ങാൻ പോകുന്നു. ആലവട്ടവും വെഞ്ചാമരം വീശുന്ന ആളുകൾ അവർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അത് അടുത്ത മറുപടിയായി മറ്റൊരു കുടയുമായി തിരുവമ്പാടിക്കാർ. ഇത് ചുവപ്പ് വർണ്ണത്തിലുള്ള ചുവപ്പ് കാവി അല്ലെ, സമ്മിശ്രമായിട്ടുള്ള ഒരു നിറത്തിലുള്ള പാറമേക്കാവ് നീല നിറത്തിലുള്ള കുട ഉയർത്തിയിരിക്കുന്നു. മറുപടിയായി ഇത്തവണ ഞാൻ ശ്രദ്ധിച്ചത് ഒരുപാട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള കുടകൾ ഉയർത്തിയിരിക്കുന്നത് പാറമേക്കാവാണ്. മറുവശത്ത് തിരുവമ്പാടി ഒരുപാട് സ്വർണ്ണ നിറത്തിലുള്ള അലുക്കുകളോടുകൂടിയ വളരെ വൈവിധ്യമായ കുടകൾ തിരുവമ്പാടിയും ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുടകൾ തന്നെ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസുകളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതൊക്കെ പുറത്തെടുക്കാനുള്ള സമയമായി കഴിഞ്ഞിട്ടില്ല. അർജുൻ, ഇതൊക്കെ സർപ്രൈസ് ആണ്. കാരണം ഈ കുടകളൊന്നും ഒരുപക്ഷെ നമുക്ക് അടുത്ത പൂരത്തിനോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പൂരങ്ങൾക്കോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. കാരണം ഓരോ പൂരത്തിനും ഓരോ സർപ്രൈസുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ LED കുടകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കുറെ കൂടി വ്യത്യസ്തമാവുകയുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും മറ്റൊരു കുട കൂടി ഉയരുകയാണ്. ഇപ്പോൾ കാവി കളറുള്ള കുടയായിരുന്നു ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ, അതായത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉയർത്തിയിട്ടുള്ള കുട അത് പച്ച നിറത്തിലുള്ള ഇളം പച്ച നിറത്തിലുള്ള കുടയാണ്. ഇളം പച്ച നിറത്തിലുള്ള കുട ചൂടി ഇപ്പോൾ തിരുവമ്പാടി ഭഗവതി ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് കാവി നിറത്തിലുള്ള കുടയാണ് ഇപ്പോൾ നീല നിറത്തിൽ അല്ലെ, പാറമേക്കാവ് ഭഗവതി നിറത്തിലുള്ള കുട പാറമേക്കാവ് ഭഗവതി അണിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ചൂടിയിരിക്കുന്നു. വീണ്ടും അടുത്ത കുട വരികയാണ്. ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് വയലറ്റിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കുടയാണ് പാറമേക്കാവിൻ്റെത് ഉയരുന്നത്. തൊട്ടുപുറകെ തന്നെ തിരുവമ്പാടിയും കുട ഉയർത്തുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണ കളറിലുള്ള കുടകളാണ് ഇപ്പോൾ തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നത്. സ്വർണ്ണത്തിൽ വിവിധ വർണ്ണങ്ങളുള്ള, അതായത് ചില മുത്തുകളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള കുടകളാണ് ഉയർന്നിട്ടുള്ളത്. പച്ചയും അതുപോലെ തന്നെ വയലറ്റും മഞ്ഞയും കളറുള്ള ചെറിയ മുത്തുകൾ അത് ഘടിപ്പിച്ചിട്ടുള്ള കുടകളാണ് ഇപ്പോൾ തിരുവമ്പാടി ഉയർത്തിയിട്ടുള്ളത്. അതേ സമയത്ത് പാറമേക്കാവ് ചില ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള കുടകളാണ് ഉയർത്തുന്നത്. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ അത് അടുത്ത കുട ഉയരുന്നു. വീണ്ടും കുട ഉയരുകയാണ്. ഈ കുടകൾ ഇങ്ങനെ മാറി വരുന്നു, കാഴ്ചകൾ ഇങ്ങനെ മാറി വരുന്നു. ആ മാറ്റത്തിന്റെ ഭംഗിയാണ് അല്ലെ. എന്തൊരു ഭംഗിയാണ് ഈ കാഴ്ചകൾക്ക്. കാണുക കേരളമേ, കാണുക ലോകമേ. ഇത് തൃശ്ശൂരിന്റെ ഭംഗി, ഇത് ഞങ്ങളുടെ കേരളത്തിന്റെ ഭംഗി. ഇതാണ് മലയാണ്മ, ഇതാണ് സാംസ്കാരിക കേരളം. അതാ മനോഹരമായി ഹനുമാന ആലേഖനം ചെയ്തിരിക്കുന്ന അല്ലെ. ഹനുമാനാണ്, ആഞ്ജനേയനാണ് പാറമേക്കാവിന്റെ കുടയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കുട മറുപടിയായി തിരുവമ്പാടിക്കാർ ഉയർത്തിയിരിക്കുന്നു.
ആലവട്ടം ഉയരുന്നു, വെഞ്ചാമരം ഉയരുന്നു, പതുക്കെ അത് താഴുന്നു. ആ താളത്തിൽ, ആ ലയത്തിൽ അങ്ങനെ ആറാടുന്ന വലിയൊരു ആൾക്കൂട്ടത്തെ നോക്കൂ, എന്തൊരു ഭംഗിയാണത്. ഈ പശ്ചാത്തലം, ഈ ഒരു തെക്കേ ഗോപുരനടയുടെ പശ്ചാത്തലത്തിൽ ഈ കാഴ്ചകൾ ഇത് ഇവിടെ മാത്രം കാണുന്നതാണ്. ലോകമേ, ഇവിടെ തൃശ്ശൂരിൽ ഈ സ്വരാജ് ഗ്രൗണ്ടിൽ ഈ വടക്കുന്നാഥന്റെ തിരുമുറ്റത്തേക്ക് വരൂ, ഈ കാഴ്ചകൾ കാണൂ എന്ന് ഓരോ പൂരവും ഇങ്ങനെ വിളിച്ച് 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 പേർത്തും പേർത്തും പറയുന്നത് നമുക്കിവിടെ കാണാം. ഇതാണ് ഏറ്റവും മനോഹരമായ അവസാനത്തെ ഈ പറയുന്ന ആനയ്ക്ക് മുകളിൽ ഇരുന്ന ആളുകളൊക്കെ ഈ പറയുന്ന തോർത്ത്, അവരുടെ കൈവശം ഉണ്ടായിരുന്ന തോർത്ത് ഉണക്കിക്കൊണ്ടുള്ള കുടമാറ്റത്തിന്റെ അവസാനത്തെ ആഘോഷങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം അതാ ഇപ്പോൾ അതിന്റെ ആവേശത്തിലേക്ക് അവസാനിക്കാൻ പോകുന്നു. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഇത്തവണ 2026 തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, ആ കാഴ്ചകൾ ഇങ്ങനെ അവസാനിക്കുന്നു. അതിന്റെ കുടമാറ്റം, അതിന്റെ ഭംഗി, തിരുവമ്പാടി അത് അവസാനിപ്പിക്കുകയാണ്. ഇനി പാറമേക്കാവുകാർ അവസാനിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ തോർത്ത് വീശി ആ വെഞ്ചാമരത്തിനും ആലവട്ടത്തിനും പകരം തോർത്തുകൾ വീശി അവരങ്ങനെ അവസാനത്തെ കുടകളിലേക്ക് കടക്കുന്നു. ഇതാ കാണുക ലോകമേ, ഇതാണ് തൃശ്ശൂർ പൂരം, ഇതാണ് തൃശ്ശൂരിന്റെ ഭംഗി, ഇതാണ് ഈ സാംസ്കാരിക കേരളത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കുടമാറ്റം 15 മിനിറ്റിനുള്ളിൽ എങ്ങനെ തീർക്കാൻ കഴിയുമെന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടായിരുന്നു. ആ വ്യക്തതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ കുടമാറ്റം സമാപനത്തിലേക്ക് കടക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ കുടമാറ്റം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തോർത്ത് ഉയർത്ത് മുകളിലേക്ക് വീശി അവർ അത് അവസാനിപ്പിക്കുന്നത്. ഇത്തവണത്തെ പൂരത്തിന്റെ അവസാനത്തെ കുടമാറ്റം, അതായത് ആനക്ക് മുകളിൽ ഇരുന്നവർ അവരുടെ കൈവശം ഉണ്ടായിരുന്ന തോർത്ത് ചുഴറ്റിക്കൊണ്ട് അതൊരു ആവേശകരമായിട്ടുള്ള ഒരു പൂരം പരിസമാപ്തിയിലേക്ക്, കുടമാറ്റത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. കാഴ്ചയുടെ വൈവിധ്യങ്ങൾ അത് എത്രത്തോളം മനോഹരമാണ്.
കുടമാറ്റം നിങ്ങൾ കണ്ടില്ലേ? ഇന്നത്തെ സൺഡേ അങ്ങനെ നമ്മൾ കുടമാറ്റത്തിലൂടെയും തേക്കിൻകാട് മൈതാനത്തിലൂടെയും തൃശ്ശൂരിലൂടെയും എല്ലാം പോയി വന്നു. ഇതെല്ലാം കലാകാരുടെ ജീവശ്വാസമാണ്, നാടിൻ്റെ വികാരമാണ്. കേരളത്തിലും തൃശ്ശൂരിലെ ഒരു വലിയ ആഘോഷമാണ് പൂരം. പക്ഷെ അതിൻ്റെ ഇടയിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഈ പൂരം, ഈ കുടമാറ്റവും നിങ്ങൾ കാണുക. അറിയാത്തവർ കേട്ടോ, എനിക്കിങ്ങനെയൊക്കെ അവതരിപ്പിക്കാനേ പറ്റുന്നുള്ളൂ. ഭഗവതിയുടെ വ്യത്യസ്ത കുടമാറ്റം അല്ലേ, ഒരേ സമയം. പിന്നെ ഭഗവതി ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു നീങ്ങുന്നു എന്നൊക്കെയാണിത് രാജാവിൻ്റെ അടുത്തേക്ക്. പിന്നെ എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി. അപ്പോൾ നിങ്ങളിതൊക്കെ കാണുക, അറിയുക. സന്തോഷമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ടതിന് സന്തോഷമുണ്ട്. എല്ലാവരും കുടമാറ്റത്തെപ്പറ്റി ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഞാൻ സന്തോഷിക്കുകയാണ് കേട്ടോ. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.